അടുത്ത ക്വസ്റ്റ്യൻ ആണ് 2019 പെർഫോമൻസ് ബഡ്ജറ്റിംഗ്. ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം പെർഫോമൻസ് ബഡ്ജറ്റിംഗ്. ബഡ്ജറ്റിംഗ് അതായത് ബഡ്ജറ്റ് ബേസ്ഡ് ഓൺ ദാറ്റ് ഇസ് ടു ഇവാലുവേറ്റ് ദ പെർഫോമൻസ്. പെർഫോമൻസിന് അനുസരിച്ചിട്ടുള്ളത്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് അതിന്റെ പെർഫോമൻസ് ഇംപ്രൂവ്മെന്റ് എങ്ങനെയാണ്, അതിന്റെ ഡ്രോബാക്സ് അല്ലെങ്കിൽ അത് എന്തൊക്കെ പോരായ്മകളാണ് വരുത്തിയിട്ടുള്ളത് എന്നുള്ള രീതിയിൽ ഒരു ഇവാലുവേഷൻ നടത്തുക. പെർഫോമൻസ് എങ്ങനെയാണെന്ന് പറയാം. അതായത് എത്രമാത്രം അത് എഫിഷ്യന്റ് ആയിരുന്നു, എത്രമാത്രം അത് പെർഫോം ചെയ്തിരുന്നു, അല്ലെങ്കിൽ എത്രമാത്രം ഇംപ്രൂവ് ചെയ്തിരുന്നു. ഇതാണ് ബഡ്ജറ്റിന്റെ പ്രത്യേകത. അപ്പൊ ഇവിടെ ആദ്യം തന്നെ ഒരു ഡെഫിനിഷൻ പറയാം. പെർഫോമൻസ് ബഡ്ജറ്റിംഗ് ദാറ്റ് ഇസ് ദ ബഡ്ജറ്റ് ബേസ്ഡ് ഓൺ ഫങ്ഷൻസ്, ആക്ടിവിറ്റീസ് ആൻഡ് പ്രോജക്റ്റ്. ബഡ്ജറ്റ് ബേസ്ഡ് ഓൺ, ഇവിടെ എഴുതിയിട്ടുണ്ട് ഞാൻ, ബേസ്ഡ് ഓൺ ഫങ്ഷൻസ്, ആക്ടിവിറ്റീസ് ആൻഡ് പ്രോജക്റ്റ്. അപ്പൊ പെർഫോമൻസ് ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ അർത്ഥമാക്കുന്നത്, അത് ഡിഫൈൻ ചെയ്തത് ദ ബഡ്ജറ്റ് ബേസ്ഡ് ഓൺ ഫങ്ഷൻസ്, ആക്ടിവിറ്റീസ് ആൻഡ് പ്രോജക്റ്റ്. അതായത് എന്തൊക്കെ ഫങ്ഷൻസ് ആണ്, എന്തൊക്കെ റെസ്പോൺസിബിലിറ്റി ആണ് ഒരു ബഡ്ജറ്റിനുള്ളത്, എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് അത് കാഴ്ചവെക്കുന്നത്, എന്താണ് ആ പ്രോജക്റ്റിന്റെ അവസ്ഥ, ഏത് പ്രോഗ്രാം അല്ലെങ്കിൽ ഏത് പ്രോജക്റ്റ് ആണ് ഇതെടുത്തിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ഒരു അനാലിസിസ് നടത്തുന്നതിനെയാണ് എന്ത് വിളിക്കുക, പെർഫോമൻസ് ബഡ്ജറ്റിംഗ്. അപ്പം പെർഫോമൻസ് ബഡ്ജറ്റിംഗ് ഡിഫൈൻഡ് ആസ് ദാറ്റ്സ് ബഡ്ജറ്റ് ബേസ്ഡ് ഓൺ ഫങ്ഷൻസ്, ആക്ടിവിറ്റീസ് ആൻഡ് പ്രോജക്റ്റ്. ഇനി രണ്ടാമത് ഞാൻ പറയുന്നത് പെർഫോമൻസ് ബഡ്ജറ്റിംഗ് റെഫേഴ്സ് ടു, ഇതുകൊണ്ട് നമ്മൾ സൂചിപ്പിക്കുന്നത് റിഫ്ലക്ട് ബോത്ത് ദ ഇൻപുട്ട് ഓഫ് റിസോഴ്സസ് ആൻഡ് ദി ഔട്ട്പുട്ട് ഓഫ് സർവീസസ് ഫോർ ഈച്ച് യൂണിറ്റ് ഓഫ് എൻ ഓർഗനൈസേഷൻ. ഇതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് പെർഫോമൻസ് ബഡ്ജറ്റിംഗ് റെഫേഴ്സ് ടു എന്താ, ഇറ്റ് റിഫ്ലക്ട് ബോത്ത് ഇൻപുട്ട് ഓഫ് റിസോഴ്സസ്, അതായത് ഏതൊക്കെ കാര്യങ്ങൾക്കാണ് നമ്മൾ വിഭവങ്ങൾ ഉണ്ടാക്കുന്നത്, ഇൻപുട്ട് ഓഫ് റിസോഴ്സസ് ആൻഡ് ഔട്ട്പുട്ട് ഓഫ് സർവീസസ്. ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി, ഓരോ പ്രോഗ്രാമുകൾക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്നു. അതിൽ നിന്ന് എന്തൊക്കെ റിസൾട്ടുകളാണ്, എന്തൊക്കെ സർവീസുകളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഫോർ ഈച്ച് യൂണിറ്റ് ഓഫ് എൻ ഓർഗനൈസേഷൻ. അതായത് ഇൻപുട്ട് ഓഫ് റിസോഴ്സ്, അതായത് ഇറ്റ് റിഫ്ലക്ട് ഇൻപുട്ട് ഓഫ് റിസോഴ്സസ് ആൻഡ് ഔട്ട്പുട്ട് ഓഫ് എൻ എന്താണ് സർവീസസ്, കണ്ടോ, ഔട്ട്പുട്ട് ഓഫ് സർവീസസ് ഫോർ ഈച്ച് യൂണിറ്റ് ഓഫ് ഓർഗനൈസേഷൻ. അതായത് ഓരോ പ്രോജക്റ്റിന് വേണ്ടി, പ്രോഗ്രാമുകളിന് വേണ്ടി നമ്മൾ എന്തൊക്കെ ഇൻപുട്ടുകളാണ് സപ്ലൈ ചെയ്യുന്നത്, എന്തൊക്കെ റിസോഴ്സുകളാണ് നമ്മൾ കൊടുക്കുന്നത്, അതിൽ നിന്ന് എന്തൊക്കെ സേവനങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതാണ് നമ്മൾ ഈ പെർഫോമൻസ് ബഡ്ജറ്റ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആദ്യത്തേതിലെ ഡെഫിനേഷൻ എന്താണെന്ന് പറഞ്ഞു, രണ്ടാമത് എന്താണ് ഇത് റെഫർ ചെയ്യുന്നത്, എന്താണ് ഇത് സൂചിപ്പം ഇൻപുട്ട് ഓഫ് റിസോഴ്സസും അതുപോലെ തന്നെ ഔട്ട്പുട്ട് ഓഫ് റിസോഴ്സസ് ഫോർ ഈച്ച് യൂണിറ്റ് ഓഫ് എൻ ഓർഗനൈസേഷൻ ദാറ്റ് റെഫേഴ്സ് ടു ദ പെർഫോമൻസ് ബഡ്ജറ്റിംഗ്. മൂന്നാമത് ഞാൻ പറയുന്നത് വാട്ട് അബൌട്ട് ദ എയിം ഓഫ് പെർഫോമൻസ് ബഡ്ജറ്റിംഗ്. എയിം എന്ന് പറഞ്ഞാൽ പെർഫോമൻസ് ബഡ്ജറ്റിന്റെ എയിം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇംപ്രൂവ് ദ എഫിഷ്യൻസി ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ. പബ്ലിക് എക്സ്പെൻഡിച്ചറിന്റെ എഫിഷ്യൻസി കൂട്ടുക, കാര്യക്ഷമത വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് പെർഫോമൻസ് ബഡ്ജറ്റ് കൊണ്ട് നമ്മൾ ലക്ഷ്യമാക്കുന്നത്. അപ്പം ഇംപ്രൂവ് ദ എഫിഷ്യൻസി ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ. പബ്ലിക് എക്സ്പെൻഡിച്ചർ പല രീതിയിൽ സർക്കാർ ഉപയോഗിക്കുന്നു. ഇപ്പൊ ഉദാഹരണമായിട്ട് സ്ട്രീറ്റ് ലൈറ്റിങ്ങിന് വേണ്ടി കൊടുക്കുന്നു. ഇത് എത്രമാത്രം കാര്യക്ഷമതയോടുകൂടി വർത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ള ആ പെർഫോമൻസ് വിലയിരുത്തുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പെർഫോമൻസ് ബഡ്ജറ്റിംഗ്. അതുകൊണ്ടാണ് ഇറ്റ് എയിംസ് ടു എഫിഷ്യൻസി ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ, അതായത് ടു ഇംപ്രൂവ് ദ എഫിഷ്യൻസി ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ. ഇനി അടുത്തത് വാട്ട് ആർ ദ ഇമ്പോർട്ടന്റ് അഡ്വാൻറ്റേജസ് ഓഫ് പെർഫോമൻസ് ബഡ്ജറ്റിംഗ്. അപ്പം പെർഫോമൻസ് ബഡ്ജറ്റിംഗിന്റെ ഡെഫിനേഷൻ നമ്മൾ പറഞ്ഞു, എന്താണ് ഇത് റെഫർ ചെയ്യുന്നത്, എന്താണ് അതിന്റെ എയിം. ഇനി നമ്മൾ നോക്കുക വാട്ട് ആർ ദ ഇമ്പോർട്ടന്റ് അഡ്വാൻറ്റേജസ് ഓഫ് പെർഫോമൻസ് ബഡ്ജറ്റിംഗ്. പെർഫോമൻസ് ബഡ്ജറ്റിംഗിന്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ ചിലത് ഞാൻ സൂചിപ്പിക്കുന്നുണ്ട്. ഇമ്മൻസ് പ്രാക്ടിക്കബിലിറ്റി, ഇമ്മൻസ് പ്രാക്ടിക്കബിലിറ്റി. രണ്ടാമത് കൺവീനിയന്റ് ടൂൾ ഓഫ് മാനേജ്മെന്റ്, കൺവീനിയന്റ് ടൂൾ ഓഫ് മാനേജ്മെന്റ്. മൂന്നാമത് tool for reviewing efficiency, tool for reviewing efficiency. അടുത്തത് improve decision making, improve decision making. Next rational choice of program, rational choice of program. Next suitable for long term plans, ഇത് long term plans suitable ആണ്. Last useful to the government.
യൂസ്ഫുൾ ടു ദ ഗവൺമെന്റ്. ഇതാണ് പ്രധാന അഡ്വാൻറ്റേജ്. ആദ്യമായിട്ട് ദർ ഇസ് ഇമ്മൻസ് പ്രാക്ടിക്കബിലിറ്റി. മറ്റ് ബഡ്ജറ്റിനെ അപേക്ഷിച്ച് പ്രാക്ടിക്കബിലിറ്റി, പ്രായോഗിക വശം ഇഷ്ടം പോലെയുള്ള ഒന്നാണ് പെർഫോമൻസ് ബഡ്ജറ്റ്. ഇമ്മൻസ് മീൻസ് മെനി. ഇറ്റ് പൊസസ് ലാർജ് എമൗണ്ട് ഓഫ് പ്രാക്ടിക്കൽ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ സൈഡ്, പ്രാക്ടിക്കബിലിറ്റി, പ്രായോഗികമായിട്ട് നമുക്ക് അനുവർത്തിക്കാൻ പറ്റുന്ന ഒന്നാണ് പെർഫോമൻസ് ബഡ്ജറ്റിംഗ്. ആൻഡ് സെക്കൻഡ് ഈസ് ദാറ്റ് കൺവീനിയന്റ് ടൂൾ ഓഫ് മാനേജ്മെന്റ്. It's a best tool taken by the government to manage the performance of budgeting. Convenient tool of management. മാനേജ് ചെയ്യാനായിട്ട് ഏറ്റവും സൗകര്യപ്രദമായ ഒന്നാണ് നമ്മുടെ പെർഫോമൻസ് ബഡ്ജറ്റിംഗ്. ആൻഡ് തേർഡ് ഈസ് ദാറ്റ് ടൂൾ ഫോർ റിവ്യൂയിങ് എഫിഷ്യൻസി. നമ്മൾ നേരത്തെ പറഞ്ഞു പെർഫോമൻസ് ബഡ്ജറ്റിംഗിന്റെ എയിം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഇംപ്രൂവ് ദ എഫിഷ്യൻസി ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ. അതുകൊണ്ട് എഫിഷ്യൻസി റിവ്യൂ ചെയ്യാനായിട്ട്, വിലയിരുത്താനായിട്ട്, കാണാനായിട്ട് ഏറ്റവും നല്ല ടൂളായിട്ട് പെർഫോമൻസ് ബഡ്ജറ്റിംഗിനെ പറഞ്ഞത് ടൂൾ ഫോർ റിവ്യൂയിങ് എഫിഷ്യൻസി. ആൻഡ് നെക്സ്റ്റ് ഈസ് ദാറ്റ് ഇറ്റ് ഇസ് എ ബെസ്റ്റ് ടൂൾ ഫോർ ഇംപ്രൂവ് ദ ഡിസിഷൻ മേക്കിംഗ്. വിദഗ്ധമായ നല്ല തീരുമാനങ്ങൾ എടുക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് പെർഫോമൻസ്. അപ്പം സർക്കാരിന് എന്താണ് നല്ല ഡിസിഷൻ മേക്കിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന പെർഫോമൻസ് ആണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമുക്ക് നോക്കാം എന്തുമാത്രമാണ് ബഡ്ജറ്റ് കൊണ്ട് നമ്മൾ നേടിയത്, എന്തൊക്കെ പോരായ്മകളാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇങ്ങനെ വരുമ്പോൾ സർക്കാരിന് ഡിസിഷൻ മേക്കിങ്ങിന്റെ ചാൻസ് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ബഡ്ജറ്റിംഗ് ആണ് പെർഫോമൻസ് ബഡ്ജറ്റിംഗ്. ആൻഡ് നെക്സ്റ്റ് ഈസ് ദാറ്റ് റാഷണൽ ചോയ്സ് ഓഫ് പ്രോഗ്രാം. പ്രോഗ്രാമിനെ പറ്റി ന്യായമായ തിരഞ്ഞെടുപ്പ് നടത്താനായിട്ട്, അതായത് റാഷണൽ ചോയ്സ്. ഒരു പ്രോഗ്രാം കാണുമ്പം ആ പ്രോഗ്രാമിന് ഇന്ന ചെലവുകളാണ് ഉണ്ടായത്, ഇന്ന ബെനിഫിറ്റ് ആണ് ഉണ്ടായത്. ഇങ്ങനെ വരുമ്പോൾ അതായത് റാഷണൽ ചോയ്സ് എടുക്കാനായിട്ട്, നമുക്കറിയാം ന്യായമായ തിരഞ്ഞെടുപ്പ് നടത്താനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് പെർഫോമൻസ് ബഡ്ജറ്റിംഗ്. ആൻഡ് നെക്സ്റ്റ് ഈസ് ദാറ്റ് സ്യൂട്ടബിൾ ഫോർ ലോങ് ടേം പ്ലാൻസ്. ഈ പെർഫോമൻസ് ബഡ്ജറ്റിംഗ് പ്രധാനമായിട്ട് ഉപകാരമായിട്ടുള്ളതിലാണ് ലോങ് ടേം പ്ലാൻസ്. ദീർഘകാല പ്ലാനിങ്ങിന് ഏറ്റവും അനുവർത്തമായിട്ടുള്ള ഒന്നാണ് പെർഫോമൻസ് ബഡ്ജറ്റിംഗ്. ആൻഡ് ലാസ്റ്റ് ഈസ് ദാറ്റ് യൂസ്ഫുൾ ടു ദ ഗവൺമെന്റ്. മറ്റു സംഭവങ്ങളെ അപേക്ഷിച്ച് ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ ടു ദ ഗവൺമെന്റ്. സർക്കാരിന് ഏറ്റവും ഉപയോഗമായ, അനുചിതമായ ഒന്നാണ് പെർഫോമൻസ് ബഡ്ജറ്റിംഗ്. ദീസ് ആർ ദ മെയിൻ ഇമ്പോർട്ടൻറ്റ് അഡ്വാൻറ്റേജസ് ഓഫ് പെർഫോമൻസ് ബഡ്ജറ്റ്. അപ്പം നമ്മൾ പറയുന്നു പ്രാക്ടിക്കബിലിറ്റി ധാരാളമുണ്ട്. രണ്ടാമത് കൺവീനിയന്റ് ടൂൾ ഓഫ് മാനേജ്മെന്റ് ആണ്. എഫിഷ്യൻസി റിവ്യൂ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നു. ഡിസിഷൻ മേക്കിങ്ങിനെ നമ്മളെ സഹായിക്കുന്നു. റാഷണൽ ചോയ്സ് എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ suitable for long-term plans, and last is that suitable to the government. These are the main important advantages of performance budgeting. അപ്പം പെർഫോമൻസ് ബഡ്ജറ്റിംഗിന്റെ ഡെഫിനേഷൻ എന്താണെന്ന് പറഞ്ഞു, എന്താണ് ഇത് റെഫർ ചെയ്യുന്നത്, അതിന്റെ എയിം എന്താണ്, എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ്. These are the main important components are included in the performance budgeting. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് 2019 കണ്ടത്. ഇമ്പാക്ട്, ഇൻസിഡൻസ് ആൻഡ് ഷിഫ്റ്റിംഗ്. ഇമ്പാക്ട്, ഇൻസിഡൻസ് ആൻഡ് ഷിഫ്റ്റിംഗ്. ഈ മൂന്ന് വാക്കും നിങ്ങൾക്ക് ഫെമിലിയർ ആവും. കാരണം നമ്മൾ ടാക്സേഷൻ പഠിക്കുമ്പോൾ എപ്പോഴും വരുന്ന വാക്കുകളാണ് ഇമ്പാക്ട്, ഇൻസിഡൻസ് ആൻഡ് ഷിഫ്റ്റിംഗ്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും പറയാം രണ്ട് രീതിയിലുള്ള ടാക്സുകളാണ് പ്രത്യേകിച്ച് പറയാം. ടാക്സുകൾ പലതരമുണ്ട്. ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്, പ്രൊപ്പോർഷണൽ, പ്രോഗ്രസീവ് ആൻഡ് റിഗ്രസീവ്, സ്പെസിഫിക് ആൻഡ് അഡ് വലോറം, അങ്ങനെ പല രീതിയിലുള്ള ടാക്സുകൾ നമുക്കറിയാം. പ്രധാനമായിട്ടും നമ്മൾ പറയുമ്പോൾ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ് എന്നാണ് പറയുക. അപ്പം ഇതിലെ ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ടാക്സ് ഇമ്പോസ്ഡ് ഓൺ വൺ പേഴ്സൺ ഹും ഇറ്റ് ഈസ് ലീഗലി ഇമ്പോസ്ഡ്. അതായത് എ ടാക്സ് പെയ്ഡ് ബൈ എ പേഴ്സൺ ഹും ഇറ്റ് ഈസ് ലീഗലി ഇമ്പോസ്ഡ്. ടാക്സ് ഇമ്പോസ്ഡ് എ ടാക്സ് പെയ്ഡ് ബൈ എ പേഴ്സൺ ഹും ഇറ്റ് ഈസ് ലീഗലി ഇമ്പോസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ, ആരാണോ ടാക്സ് കൊടുക്കുന്നത് അയാളിൽ തന്നെ ചുമത്തിയിട്ടുണ്ടാവും കേട്ടോ. അതായത് ഒരാളിൽ ചുമത്തിയിട്ട് അയാൾ തന്നെ കൊടുക്കുന്ന ടാക്സിനാണ് നമ്മൾ ഇത് വിളിക്കുക ഡയറക്റ്റ് ടാക്സ്. എ ടാക്സ് പെയ്ഡ് ബൈ എ പേഴ്സൺ ഹും ഇറ്റ് ഈസ് ലീഗലി ഇമ്പോസ്ഡ്. നിയമപരമായിട്ട് ആരിലാണ് ചുമത്തിയത് അയാൾ തന്നെ നേരിട്ട് അടയ്ക്കുന്ന ടാക്സിനാണ് നമ്മളിത് വിളിക്കുക ഡയറക്റ്റ് ടാക്സ്. ഇനി ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാലോ, ഇറ്റ് ഇമ്പോസ്ഡ് ഓൺ വൺ പേഴ്സൺ ആൻഡ് പെയ്ഡ് ബൈ അനദർ പേഴ്സൺ. imposed on one person and paid by another person. ഒരാളിൽ ചുമത്തി മറ്റൊരാൾ കൊടുക്കുന്നതിന് എന്ത് വിളിക്കുക, ഇൻഡയറക്റ്റ് ടാക്സ്. ഇൻഡയറക്റ്റ് ടാക്സിന്റെ പ്രത്യേകത
ഒരാളിൽ ചുമത്തിയിട്ട് മറ്റൊരാൾ കൊടുക്കുന്നു. ഡയറക്റ്റ് ടാക്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആരിൽ ചുമത്തി അയാൾ തന്നെ നേരിട്ട് അടയ്ക്കുന്ന ടാക്സിനാണ് ഇത് വിളിക്കുക ഡയറക്റ്റ് ടാക്സ്. അതായത് ഡയറക്റ്റും ഇൻഡയറക്റ്റ് ടാക്സും പഠിക്കുമ്പോൾ അതിൽ വരുന്ന കൺസെപ്റ്റുകളാണ് ഇമ്പാക്റ്റ്, ഇൻസിഡൻസ് ആൻഡ് ഷിഫ്റ്റിംഗ്. ഡയറക്റ്റ് ടാക്സ് നമ്മൾ പറഞ്ഞു ആരിലാണോ ചുമത്തിയത് അയാളെ തന്നെ നേരിട്ട് അടയ്ക്കുന്നു. ഇത് നമുക്ക് നോക്കണം എന്താണ് ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ. ഇമ്പാക്റ്റ് റെഫേഴ്സ് ടു ഇമ്മീഡിയറ്റ് മണി ബേർഡൻ ഓഫ് എ ടാക്സ് ഓർ ഇനീഷ്യൽ മണി ബേർഡൻ ഓഫ് എ ടാക്സ്. ഒന്നുകിൽ നമുക്ക് എന്ത് വിളിക്കാം ഇമ്മീഡിയറ്റ് മണി ബേർഡൻ ഓഫ് എ ടാക്സ്. ഇമ്മീഡിയറ്റ് മണി ബേർഡൻ ഓഫ് എ ടാക്സ് അതായത് ഒരു ടാക്സിന്റെ പെട്ടെന്നുണ്ടാകുന്ന ബേർഡനാണ് നമ്മൾ ഇന്ന് വിളിക്കുക ഇമ്പാക്റ്റ്. ഒരാളിലെ ടാക്സ് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ സർക്കാർ പ്രൊഡ്യൂസറിന്റെ മേലെ ടാക്സ് ഇമ്പോസ് ചെയ്യുന്നു. അപ്പം പ്രൊഡ്യൂസറാണ് ടാക്സ് കൊടുക്കാനായിട്ട് അവിടെ ബാധ്യസ്ഥനായിട്ടുള്ളത്. അങ്ങനെ ഇമ്മീഡിയറ്റ് ആയിട്ട് അയാളിൽ ഉണ്ടാകുന്ന മണി ബേർഡിനെയാണ് നമുക്ക് വിളിക്കുക അതായത് ഇമ്പാക്റ്റ് എന്ന് പറയുക, അല്ലെങ്കിൽ ഇനീഷ്യൽ മണി ബേർഡൻ. ടാക്സ് സർക്കാർ ചുമത്തുമ്പോൾ അയാൾക്കുണ്ടാകുന്ന മണി ബേർഡൻ. ഇത് ചുരുക്കം പറഞ്ഞാൽ പ്രൊഡ്യൂസറിന്മേൽ ടാക്സ് ഇമ്പോസ് ചെയ്താൽ ഒരിക്കലും പ്രൊഡ്യൂസ് അതിന്റെ ആത്യന്തിക ഭാരം അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ബേർഡൻ അയാളിൽ ഉണ്ടാകില്ല. പ്രൊഡ്യൂസർ എന്താ ചെയ്യുക, അപ്പോൾ സർക്കാരിന് ടാക്സ് കൊടുത്തു, പ്രൊഡ്യൂസർ എന്ത് ചെയ്യും, ആ ടാക്സിന്റെ ബേർഡൻ ആരിലോട്ട് മാറ്റുന്നു, ഹോൾസെയിലറിലോട്ട് മാറ്റുന്നു. ഹോൾസെയിലർ എന്ത് ചെയ്യും, ആ മണി ബേർഡൻ റീറ്റെയിലറോട്ട് മാറ്റും. റീറ്റെയിലർ എന്ത് ചെയ്യും, അത് കൺസ്യൂമറിലോട്ട് മാറ്റും. ഇതാണ് ഇതിന്റെ പ്രോസസ്സ്. അപ്പം ടാക്സിലെ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ മണി ബേർഡൻ അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയണം, അതായത് ഇമ്മീഡിയറ്റ് മണി ബേർഡൻ ഓഫ് എ ടാക്സ്. അതായത് ആദ്യ ഭാരം ആരിലാണോ അതിനാണ് നമ്മൾ എന്ത് വിളിക്കുക ഇമ്പാക്റ്റ് എന്ന് വിളിക്കുക. ദാറ്റ് ഈസ് ഇനീഷ്യൽ മണി ബേർഡൻ ഓർ ഇമ്മീഡിയറ്റ് മണി ബേർഡൻ ഓഫ് എ ടാക്സ്. ആദ്യ ഭാരം ആരിലാണോ ഉണ്ടാകുന്നത് അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഇമ്പാക്റ്റ്. ഇതിനെ മാറിക്കൊണ്ടാണ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ ഫൈനൽ മണി ബേർഡൻ ഓഫ് എ ടാക്സ് കണ്ടോ. അതായത് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ഫൈനൽ മണി ബേർഡൻ. ഫൈനൽ മണി ബേർഡൻ അല്ലെങ്കിൽ അൾട്ടിമേറ്റ് മണി ബേർഡൻ ഓഫ് എ ടാക്സ്. ഫൈനൽ മണി ബേർഡൻ എന്ന് പറയുന്നത് അവസാന ഭാരം അല്ലെങ്കിൽ ഏറ്റവും അവസാന ഭാരം ആരിലാണോ ഉളവാക്കുന്നത് അതിനെ നമ്മൾ ഇത് വിളിക്കും ഇൻസിഡൻസ്. അൾട്ടിമേറ്റ് മണി ബേർഡൻ അല്ലെങ്കിൽ ഫൈനൽ മണി ബേർഡൻ ഓഫ് എ ടാക്സ് ദാറ്റ് ഈസ് റെഫേഴ്സ് ടു ഇൻസിഡൻസ്. അപ്പൊ നേരത്തെ പറഞ്ഞ നമ്മുടെ ടാക്സ് തന്നെ നമ്മൾ എടുക്കാം. സർക്കാർ ടാക്സ് ആരിൽ ഈടാക്കുന്നു, പ്രൊഡ്യൂസറിന്മേൽ ഈടാക്കുന്നു. പ്രൊഡ്യൂസർ ആണ് സർക്കാരിന് നേരിട്ട് ടാക്സ് കൊടുക്കുന്നത്. എന്നാൽ പ്രൊഡ്യൂസർ എന്ത് ചെയ്യുന്നു, ആ ടാക്സ് ആരിലോട്ട് മാറ്റുന്നു, അതിന്റെ ഭാരം ഹോൾസെയിലറോട്ട് മാറ്റുന്നു. ഹോൾസെയിലർ അത് റീറ്റെയിലറിലോട്ട് മാറ്റുന്നു. റീറ്റെയിലർ ഇത് ആരിലോട്ട് മാറ്റുന്നു, കൺസ്യൂമർ. ഇതിലെ ഫൈനൽ ബേർഡൻ ആരിലാണ് കിടക്കുന്നത്, കൺസ്യൂമറിൽ. ഇമ്പാക്റ്റ് വരുന്നത് പ്രൊഡ്യൂസറിനെങ്കിൽ ഫൈനൽ ബേർഡൻ അല്ലെങ്കിൽ ഇൻസിഡൻസ് വരുന്നത് ആരിലാണ്, അതായത് ഫൈനൽ ബേർഡൻ ഉണ്ടാകുന്നത് കൺസ്യൂമറിലാണ്. ഇതാണ് ഇമ്പാക്റ്റും ഇൻസിഡൻസ് നമ്മളെ വ്യത്യാസം. ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് മണി ബേർഡൻ ഓഫ് എ ടാക്സ് അല്ലെങ്കിൽ ഇനീഷ്യൽ മണി ബേർഡൻ ഓഫ് ടാക്സ്. എന്നാൽ ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ ഫൈനൽ മണി ബേർഡൻ ഓഫ് എ ടാക്സ് അല്ലെങ്കിൽ അൾട്ടിമേറ്റ് മണി ബേർഡൻ ഓഫ് എ ടാക്സ്. ഇനി ഇതിൽ വേറൊരു വാക്കും കൂടി എടുക്കുന്നുണ്ട്, ഷിഫ്റ്റിംഗ്. ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിംഗ് മണി ബേർഡൻ ഫ്രം വൺ പേഴ്സൺ ടു അനദർ. ദാറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിംഗ് മണി ബേർഡൻ ഫ്രം വൺ പേഴ്സൺ ടു അനദർ. അതായത് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് മണി ബേർഡൻ മാറ്റുന്ന ആ പ്രക്രിയ, ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഷിഫ്റ്റിംഗ്. ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിംഗ് മണി ബേർഡൻ ഫ്രം വൺ പേഴ്സൺ ടു അനദർ. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതിലോട്ട് വരാം, അതായത് ഡയറക്റ്റ് ടാക്സ്. ഡയറക്റ്റ് ടാക്സിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു ആരിലാണോ ചുമത്തിയത് അയാൾ തന്നെ നേരിട്ട് അടയ്ക്കുന്നു ഉണ്ടോ. അതായത് എ ടാക്സ് പെയ്ഡ് ബൈ എ പേഴ്സൺ whom it is legally imposed. ആരിലാണോ ചുമത്തിയത് അയാളാണ് നേരിട്ട് ടാക്സ് അടയ്ക്കുന്നത്. അവിടെ എന്തിന് അല്ലേ, അത് എന്ത് ഉളവാകുന്നില്ല, അവിടെ ഷിഫ്റ്റിംഗ് എന്നുള്ള പ്രോസസ്സ് അവിടെ ഉണ്ടാകുന്നില്ല. കാരണം ഇമ്പാക്റ്റും ഇൻസിഡൻസും ഒരേ ആളിൽ തന്നെ കേന്ദ്രീകരിക്കുന്നു. ഇമ്പാക്റ്റ് ആൻഡ് ഇൻസിഡൻസ് ആർ വൺ ആൻഡ് ദ സെയിം പേഴ്സൺ ഇൻ ഡയറക്റ്റ് ഡയറക്റ്റ് ടാക്സ്.
ഇൻ ഡയറക്റ്റ് ടാക്സ്. ഡയറക്റ്റ് ടാക്സിലെ ഇമ്പാക്ട് ആൻഡ് ഇൻസിഡൻസ് ആർ വൺ ആൻഡ് ദ സെയിം പേഴ്സൺ. ഒരാളിൽ തന്നെ കേന്ദ്രീകരിക്കുന്നു. ദർ ഇസ് നോ പോസിബിലിറ്റി ഓഫ് ഷിഫ്റ്റിംഗ് ഇൻ ദ കേസ് ഓഫ് ഡയറക്റ്റ് ടാക്സ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് both are different. That is, അതിൽ ഇൻഡയറക്റ്റിന്റെ പ്രത്യേകത എന്താ? ഇറ്റ് ഈസ് ഇമ്പോസ്ഡ് ഓൺ വൺ പേഴ്സൺ ആൻഡ് പെയ്ഡ് ബൈ അനദർ പേഴ്സൺ. അവിടെ എന്തിനുള്ള പോസിബിലിറ്റി ഉണ്ട്? ഷിഫ്റ്റിങ്ങിനുള്ള പോസിബിലിറ്റി ഉണ്ട്. കാരണം ഷിഫ്റ്റിംഗ് ഈസ് എ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് മണി ബർഡൻ ഫ്രം വൺ പേഴ്സൺ ടു അനദർ. ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് മണി ബർഡൻ ട്രാൻസ്ഫർ ചെയ്യുന്ന, കൈമാറ്റം ചെയ്യുന്ന അവസ്ഥകളിൽ മാറ്റപ്പെടുന്ന അവസ്ഥയ്ക്കാണ് ഇത് വിളിക്കുക ഷിഫ്റ്റിംഗ്. ഇങ്ങനെ വരുമ്പോൾ ഇൻഡയറക്റ്റ് ടാക്സിൽ ഏതിനുള്ള പോസിബിലിറ്റി ഉണ്ട്? ഷിഫ്റ്റിങ്ങിനുള്ള പോസിബിലിറ്റി ഉണ്ട്. നോക്കുക, അതായത് ഇൻഡയറക്റ്റ് ടാക്സിന് ഉദാഹരണമാണ് സെയിൽസ് ടാക്സ്. ഇതിൽ നമ്മൾ നോക്കുമ്പോൾ സെയിൽസ് ടാക്സ് ആരെ ഈടാക്കുന്നു? അതായത് ഇത്തരത്തിലുള്ള സെല്ലറിന്മേൽ ഈടാക്കുന്നു. സെല്ലർ എന്താ ചെയ്യുക? ആദ്യം ടാക്സ് കൊടുക്കുന്നു. അതായത് അയാൾ ആദ്യം കൊടുക്കുന്നു. അപ്പൊ ഇമ്പാക്ട് ആദ്യം സെല്ലറിൽ വന്നു. സെല്ലർ എന്താ ചെയ്യുക? അത് ആരിലോട്ട് മാറ്റുന്നു? കൺസ്യൂമറിലോട്ട് മാറ്റുന്നു. അപ്പൊ കൺസ്യൂമറിൽ വരുന്നത് എന്താ? അൾട്ടിമേറ്റ് അല്ലെങ്കിൽ ഫൈനൽ മണി ബേർഡ്. അത് കൺസ്യൂമർ ആണ് കൊടുക്കുന്നത്. അപ്പൊ ഇതുകൊണ്ട് ഇൻസിഡൻസ് കൺസ്യൂമറിലും സെല്ലറാണ് ഇമ്പാക്റ്റ് ആയിട്ട് വരുന്നത്. ഇത് സാധ്യമാകുന്നത് ഷിഫ്റ്റിംഗ് എന്നുള്ള പ്രോസസ്സ് ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് മണി ബേർഡൻ ഫ്രം വൺ പേഴ്സൺ ടു അനദർ. ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ ഫൈനൽ മണി ബേർഡൻ ഓഫ് എ ടാക്സ് അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ബേർഡൻ ഓഫ് എ ടാക്സ്. ഇനി ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ മണി ബേർഡൻ അല്ലെങ്കിൽ എന്ത് പറയണം? ഇമ്മീഡിയറ്റ് മണി ബേർഡൻ. ഇനി ഷിഫ്റ്റിംഗ് എന്നുള്ള പ്രോസസ്സിൽ പലപ്പോഴും രണ്ട് പ്രതിഭാസം കാണാറുണ്ട്: ഫോർവേഡ് ആൻഡ് ബാക്ക്വേഡ് ഷിഫ്റ്റിംഗ്. ഫോർവേഡ് ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പ്രൊഡ്യൂസർ ഹോൾസെയിലറോട്ട്, ഹോൾസെയിലർ റീറ്റെയിലറോട്ട്, റീറ്റെയിലർ കൺസ്യൂമറിലോട്ട് മാറ്റുന്ന ആ പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണ് ഫോർവേഡ് ഷിഫ്റ്റിംഗ്. നേരിട്ട് മാറ്റുക. അതായത് പ്രൊഡ്യൂസർ ഹോൾസെയിലറോട്ട്, ഹോൾസെയിലർ എന്താണ് റീറ്റെയിലറോട്ട് മാറ്റുന്ന പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണ് ഫോർവേഡ് ഷിഫ്റ്റിംഗ്. ബാക്ക്വേർഡ് ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് പ്രൊഡ്യൂസർ ടാക്സ് അതായത് ബാക്കിലോട്ട് മാറ്റുക, ഇൻപുട്ട് ഫാക്ടറിലോട്ട് മാറ്റുന്ന പ്രതിഭാസം. ഫാക്ടർ ഇൻപുട്ടുമേൽ ടാക്സ്, അതായത് പ്രൈസ് കൂട്ടിക്കൊണ്ടല്ല, വേജുകളൊക്കെ കട്ട് ചെയ്തുകൊണ്ട് ഉണ്ടാക്കുന്നതിനാണ് എന്ത്? ബാക്ക്വേർഡ് ഷിഫ്റ്റിംഗ് എന്ന് പറയുക. അല്ലാതെ പ്രൈസ് കൂട്ടിക്കൊണ്ടല്ല, ഈ ഫാക്ടർ ഇൻപുട്സിലോട്ട് ബാക്കിലോട്ട് പോകുക. ഫാക്ടർ ഇൻപുട്ടിലോട്ട് ടാക്സ് ഈടാക്കുന്ന, നോട്ട് ടു റേസ് ദ പ്രൈസസ് ഓഫ് ഇൻപുട്ട് ബട്ട് ടു വേജ് കട്ട്. അതായത് ഇത്തരത്തിലുള്ള ഈ എന്താണ് കൂലിയൊക്കെ കുറച്ചുകൊണ്ട് ഈടാക്കുന്ന സംവിധാനത്തെ വിളിക്കുന്ന പേരാണ് ബാക്ക്വേർഡ് ഷിഫ്റ്റിംഗ്. അപ്പം ഇതിലെ രണ്ട് രീതിയുണ്ട് നമ്മൾ പറഞ്ഞു: ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ് ഷിഫ്റ്റിംഗ്, ഇമ്പാക്ട് ആൻഡ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞു. ഇനി നമ്മൾ നോക്കുമ്പം ഇൻസിഡൻസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ചില ഫാക്ടേഴ്സ്. Which are the factors are affecting or influencing incidence of tax? അതായത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത്: ഇമ്പാക്ട്, ഇൻസിഡൻസ് ആൻഡ് ഷിഫ്റ്റിംഗ്. അപ്പം എന്താണ് അതിന്റെ മീനിങ് എന്ന് പറഞ്ഞു. ഇത് നമുക്ക് ഇൻസിഡൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഇൻഫ്ലുവൻസ്, അതായത് ഇതിനെ ഇൻസിഡൻസിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകങ്ങളാണ് പ്രൈസ്, കണ്ടോ, വിലയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, അതായത് അതേപോലെ രണ്ടാമത് പറയുകയാണെങ്കിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞില്ല, ഷോർട്ട് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഞാൻ ഫാക്ടേഴ്സ് മാത്രം പറഞ്ഞൊപ്പിക്കുകയാണ്. പ്രൈസ്, രണ്ടാമത് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ, മൂന്നാമത് നേച്ചർ ഓഫ് ഡിമാൻഡ് ഫോർ കമോഡിറ്റി, നാലാമത് നേച്ചർ ഓഫ് സപ്ലൈ ഓഫ് കമോഡിറ്റി, ആൻഡ് ലാസ്റ്റ് ഈസ് ദ ഇഫക്റ്റ് ഓഫ് ടൈം ഓൺ ഷിഫ്റ്റിംഗ്. ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ കുറേ നേരം പോകും. അപ്പോൾ അത് ഞാൻ പറയുന്നില്ല, ജസ്റ്റ് അതിൻ്റെ ഏതൊക്കെ ഫാക്ടേഴ്സ് ആണെന്ന് മാത്രം പറയാം. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഓർ എഫക്റ്റിംഗ് ഇൻസിഡൻസ് ഓഫ് ടാക്സ് എന്ന് പറയുന്ന പോയിന്റുകളായിട്ട് മാത്രം നമുക്ക് പറയാം. ഒന്നത് പ്രൈസ് ആണ്, രണ്ടാമത് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ, രണ്ടാമത് നേച്ചർ ഓഫ് ഡിമാൻഡ് ഫോർ കമോഡിറ്റി, നാലാമത് നേച്ചർ ഓഫ് സപ്ലൈ ഓഫ് കമോഡിറ്റി, അവസാനത്തെ ഇഫക്റ്റ് ഓഫ് ടൈം ഓൺ ഷിഫ്റ്റിംഗ്. ഇത്തരത്തിലുള്ള ഫാക്ടേഴ്സ് ആണ് ഇൻസിഡൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകങ്ങൾ. ഇനി ഇതുപോലെ തന്നെ പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ, അതായത് ഇൻസിഡൻസിനെ പറ്റി 3 പ്രധാന തിയറികൾ പലപ്പോഴും കാണാറുണ്ട്. തിയറീസ് ഓഫ് ഇൻസിഡൻസ്, അതായത് ഇത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കണ്ടത് എന്താണ്? കോൺസെൻട്രേഷൻ തിയറി. അപ്പോൾ കോൺസെൻട്രേഷൻ തിയറി ഓഫ് ഇൻസിഡൻസ്. അപ്പം അതുകൊണ്ടാണ് ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാമെന്ന് ഞാൻ വിചാരിച്ചത്. തിയറീസ് ഓഫ് ഇൻസിഡൻസ് പ്രധാനമായിട്ട് 3 എണ്ണാണുള്ളത്. ഒന്ന്
കോൺസെൻട്രേഷൻ തിയറി, രണ്ടാമത്തെ തിയറി ദ ഡിഫ്യൂഷൻ തിയറി, മൂന്നാമത്തെ മോഡേൺ തിയറി ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഒന്ന് തിയറീസ് ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ ദ കോൺസെൻട്രേഷൻ തിയറി, രണ്ടാമത്തെ ദ ഡിഫ്യൂഷൻ തിയറി, മൂന്നാമത്തെ അതായത് ദ മോഡേൺ തിയറി ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. അപ്പോൾ ആദ്യത്തേത് നമ്മൾ ദ കോൺസെൻട്രേഷൻ തിയറി എന്ന് വിളിക്കുന്നു, രണ്ടാമത്തേതിനെ ദ ഡിഫ്യൂഷൻ തിയറി എന്ന് പറയുന്നു, മൂന്നാമത്തെ മോഡേൺ തിയറി ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ആദ്യത്തെ ആളെ നടക്കാം, അതായത് ദ കോൺസെൻട്രേഷൻ തിയറി. കോൺസെൻട്രേഷൻ തിയറി എന്ന് പേര് കേൾക്കുമ്പോൾ നമുക്കറിയാം കോൺസെൻട്രേറ്റ് ചെയ്യാം, അതായത് ടാക്സിന്റെ ഇൻസിഡൻസ് ഒന്നിൽ തന്നെ കേന്ദ്രീകരിക്കുക. അതായത് ദ കോൺസെൻട്രേഷൻ തിയറി ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഫിസിയോക്രാറ്റ്സ്. ആരാ കൊണ്ടുവന്നത്? ഫിസിയോക്രാറ്റ്സ് ആണ് കൊണ്ടുവന്നത്. ഫിസിയോക്രാറ്റിന്റെ അഭിപ്രായത്തിൽ അക്കോർഡിംഗ് ടു ദയർ ഒപ്പീനിയൻ ലാൻഡ് ഈസ് ഓൺലി പ്രൊഡക്റ്റീവ്. ലാൻഡ് മാത്രം അല്ലെങ്കിൽ അഗ്രികൾച്ചർ ഈസ് ഓൺലി പ്രൊഡക്റ്റീവ്, അതർ ഫാക്ടേഴ്സ് ഉണ്ടാവും മറ്റ്, അതായത് ഉദാഹരണമായിട്ട് ഇൻഡസ്ട്രി ആയിക്കോട്ടെ സർവീസ് സെക്ടർ ആയിക്കോട്ടെ ഇവരൊന്നും പ്രൊഡക്റ്റീവ് അല്ല. ആര് മാത്രമാണ്? അഗ്രികൾച്ചർ അല്ലെങ്കിൽ ലാൻഡ് മാത്രമാണ് പ്രൊഡക്റ്റീവ്. ഇങ്ങനെ വരുമ്പോൾ ഓൾ ടാക്സസ് ആർ കോൺസെൻട്രേറ്റഡ് ഓൺ അഗ്രികൾച്ചർ ഓർ ലാൻഡ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ദ കോൺസെൻട്രേഷൻ തിയറി. അപ്പം കോൺസെൻട്രേഷൻ തിയറി എന്ന് പറഞ്ഞാൽ ഫിസിയോക്രാറ്റ്സ് ആണ് ഇത് കൊണ്ടുവന്നത്. അവരുടെ അഭിപ്രായത്തിൽ ടാക്സ് പ്രധാനമായിട്ടും വരുന്നത് കാർഷിക മേഖലയ്ക്കാണ്. കാരണം അക്കോർഡിംഗ് ടു ദെയർ ഒപ്പീനിയൻ അഗ്രികൾച്ചർ ഓർ ലാൻഡ് ഈസ് ഓൺലി പ്രൊഡക്റ്റീവ്, അതർ സെക്ടേഴ്സ് ലൈക്ക് സെക്കൻഡറി ആൻഡ് സർവീസ് സെക്ടർ ദേ ആർ അൺപ്രൊഡക്റ്റീവ്. രണ്ടും മൂന്നും മേഖലകൾ അൺപ്രൊഡക്റ്റീവ് ആണ്. അതുകൊണ്ട് അതിൽ ടാക്സ് ഇമ്പോസ് ചെയ്യേണ്ട. ആരിൽ മാത്രം ടാക്സ് വരുന്നു? അഗ്രികൾച്ചറിൽ മാത്രം ടാക്സ് വരുന്നു. ഇതിനെയാണ് ഇത് വിളിക്കുക കോൺസെൻട്രേഷൻ തിയറി. അപ്പം ദ കോൺസെൻട്രേഷൻ തിയറി കൊണ്ടുവന്ന് ഫിസിയോക്രാറ്റ്സ് ആണ്. അവരുടെ അഭിപ്രായത്തിൽ അഗ്രികൾച്ചർ മാത്രമാണ്, ആ സെക്ടർ മാത്രമാണ് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ളത്. അതിന്മേൽ മാത്രമാണ് എന്താണ് ഇൻസിഡൻസ്, ടാക്സിന്റെ ഇൻസിഡൻസ് ഉണ്ടാകുന്നത്. മറ്റു രണ്ട് മേഖലകളും അൺപ്രൊഡക്റ്റീവ് ആണ്. ഇതിനെ വിളിക്കുന്ന പേരാണ് ദ കോൺസെൻട്രേഷൻ തിയറി. രണ്ടാമത് വിളിക്കുന്നതാണ് ദ ഡിഫ്യൂഷൻ തിയറി. ഡിഫ്യൂഷൻ തിയറി എന്ന് പറഞ്ഞാൽ ടാക്സ് ഈസ് ഷിഫ്റ്റഡ് ആൻഡ് റീഷിഫ്റ്റഡ് till ഏതുവരെയാണ്? that is till its burden scattered throughout the society. Tax is shifted and reshifted. Tax shifted and reshifted till the burden scattered throughout the society. ടാക്സ് ഒന്നിൽ നിന്നും മറ്റൊരാളിലോട്ട് മാറി മാറി പോവുക. ഷിഫ്റ്റഡ് ആൻഡ് റീഷിഫ്റ്റഡ്, അതായത് ഒരാളിൽ നിന്നും മറ്റൊരാളിലോട്ട് മാറി മാറി ഏതാണ്? ടിൽ ദ ബേർഡൻ സ്കാറ്റേർഡ്. ഇതിന്റെ ബേർഡൻ സൊസൈറ്റിയുടെ ഉള്ളിലുള്ള എല്ലാവർക്കും, സമൂഹത്തിലുള്ള എല്ലാവർക്കും ബാധിക്കത്തക്ക രീതിയിൽ വരുന്ന, അതായത് അത്തരത്തിലുള്ള ടാക്സിന്റെ ഇൻസിഡൻസിനെ വിളിക്കുന്ന പേരാണ് ഡിഫ്യൂഷൻ തിയറി. ദ ഡിഫ്യൂഷൻ തിയറി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് കോൺസെൻട്രേഷൻ തിയറിയുടെ. അതായത് ഈ ടാക്സ് ഈസ് ഷിഫ്റ്റഡ് ആൻഡ് റീഷിഫ്റ്റഡ്, മാറ്റുന്നു വീണ്ടും വേറൊരാൾക്ക് മാറ്റുന്നു. ടിൽ ദ ബേർഡൻ ഏതുവരെയാണ്? ദാറ്റ് ഈസ് ദ ബേർഡൻ സ്കാറ്റേർഡ്. അതായത് സ്കാറ്റർ ചെയ്യുന്ന സ്പ്രെഡ് ചെയ്യുക ത്രൂ ഔട്ട് ദി സൊസൈറ്റി. ഒരാളിൽ നിന്ന് മാറ്റിയിട്ട് മറ്റൊരാളിലേക്ക് പോകുന്നു, മറ്റൊരാളിൽ നിന്ന് മാറ്റി മറ്റൊരാളിലോട്ട്, ഇങ്ങനെ സ്കാറ്റർ ചെയ്യുക. സൊസൈറ്റിയിലും എല്ലാവരിലും സ്കാറ്റർ ചെയ്യുന്ന ടാക്സിനെ വിളിക്കുന്ന പേരാണ് ദ ഡിഫ്യൂഷൻ തിയറി. അങ്ങനെ വരുമ്പോൾ എൻ്റയർ സൊസൈറ്റിയെ ഏതിന് വരുന്നു? ടാക്സിന്റെ ഇൻസിഡൻസിന് വരുന്നു. അതായത് ആദ്യത്തെ ടാക്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇൻഡസ്ട്രിയലിസ്റ്റ് ആണെങ്കിൽ നമ്മളിൽ ടാക്സിന്റെ ഇൻസിഡൻസ് ഉണ്ടാകില്ല. ആ ടാക്സിന്റെ മണി ബേർഡൻ നമ്മളിൽ വരും. കാരണം ഞാൻ ആരാണ്? ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ് ആണ്. എന്നാൽ ഞാനൊരു കർഷകനാണെങ്കിൽ ആ ടാക്സ് കൊടുക്കാൻ ആര് ബാധ്യസ്ഥനാണ്? കർഷകൻ ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് അതിലുണ്ടാകുന്ന പോരായ്മകളെ നീക്കം ചെയ്യാൻ വേണ്ടിയാണ് രണ്ടാമത്തെ ടാക്സ് വന്നത്. അത് രണ്ടാമത്തെ തിയറി ഓഫ് ഇൻസിഡൻസ് വന്നത്. അതായത് ടാക്സ് ഈസ് ഷിഫ്റ്റഡ് ആൻഡ് റീഷിഫ്റ്റഡ്. വീണ്ടും വീണ്ടും നമ്മൾ മാറ്റുകയാണ്. എവിടെ വരെയാണ്? ടിൽ ദ ബേർഡൻ സ്കാറ്റേർഡ് ത്രൂ ഔട്ട് ദ സൊസൈറ്റി. സൊസൈറ്റിയിലോട്ട് മുഴുവൻ സ്പ്രെഡ് ചെയ്യത്തക്ക രീതിയിൽ ടാക്സ് ഷിഫ്റ്റ് ചെയ്ത് റീഷിഫ്റ്റ് ചെയ്യുന്ന ആ തിയറി ഓഫ് ഇൻസിഡൻസിന് വിളിക്കുന്ന പേരാണ് ദാറ്റ് ഇസ് ദ ഡിഫ്യൂഷൻ തിയറി. മൂന്നാമത്തെ തിയറിയുടെ പേരാണ് ദ മോഡേൺ തിയറി ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. അതായത് ഏറ്റവും പുതിയ അതായത് തിയറി ഓഫ് ഇൻസിഡൻസിനെ വിളിക്കുന്ന പേരാണ് മോഡേൺ തിയറി ഓഫ് ഇൻസിഡൻസ്. ഇതിന്റെ പ്രത്യേകത ഈ ടാക്സ് ഈസ് ഇമ്പോസ്ഡ് അക്കോർഡിംഗ് ടു ദ ഫോഴ്സസ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഡിമാൻഡിനും സപ്ലൈക്കും അനുസരിച്ച് ടാക്സ് ഇമ്പോസ് ചെയ്യുക. അതായത് ഈ തിയറിയാണ് എന്ത് വിളിക്കുന്നത്? മോഡേൺ തിയറി ഓഫ് ഇൻസിഡൻസ്.
മോഡേൺ തിയറി ഓഫ് ഇൻസിഡൻസിന്റെ പ്രത്യേകത, ഈ ഇൻസിഡൻസ് തിയറിയിൽ ഈ ടാക്സ് ഈസ് ബേസ്ഡ് ഓൺ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫാക്ടേഴ്സ്. ഡിമാൻഡിനും സപ്ലൈക്കും അനുസരിച്ച് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന തിയറിയെ വിളിക്കുന്ന പേരാണ് മോഡേൺ തിയറി ഓഫ് ഇൻസിഡൻസ്. ഇതാണ് 3 തിയറി ഓഫ് ഇൻസിഡൻസ്. അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞത് ഇമ്പാക്റ്റ് എന്താണെന്ന് പറഞ്ഞു, ഇൻസിഡൻസ് എന്താണെന്ന് പറഞ്ഞു, ഷിഫ്റ്റിംഗ് എന്താണെന്ന് പറഞ്ഞു, ഏതൊക്കെ ഫാക്ടേഴ്സുകളാണ് അതായത് ഇൻസിഡൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, മാത്രമല്ല ഏതൊക്കെ തിയറീസ് ഓഫ് ഇൻസിഡൻസ് ആണുള്ളത്. 2 രീതിയിലുള്ള ഷിഫ്റ്റിംഗ് നമ്മൾ പറഞ്ഞു, ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ്. ഇങ്ങനെ 2019 ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളതാണ് ഇമ്പാക്ട്, ഇൻസിഡൻസ് ആൻഡ് ഷിഫ്റ്റിംഗ്.